എക്സ്ക്യൂസ് മീ. ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ പേർഷ്യൻ മലയാളിയുടെ വേറൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി. എന്ത് ഫിഷ് ഫ്രൈ ഉണ്ടാക്കി? സാൽമൺ ഫിഷ് ഫ്രൈ ഉണ്ടാക്കി. അത് ഇന്നലെ ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഫിഷ് ഫ്രൈ ഉണ്ടായി. അപ്പം ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ ബാക്കി നമ്മൾ എന്ത് ചെയ്യുമെന്ന്. ബാക്കി വൈകുന്നേരം ഡിന്നർ കഴിക്കാൻ വേണ്ടി ഗ്രില്ല് ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. 2 സ്ലൈസസ് ഉണ്ട്. ആ 2 സ്ലൈസസ് നമ്മളിന്ന് ഗ്രില്ല് ചെയ്യാൻ പോവുകയാണ്. ഗ്രില്ല് ചെയ്ത് ചപ്പാത്തി, ഇൻസ്റ്റൻറ്റ് ചപ്പാത്തി പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ആ ചപ്പാത്തിയുമായിട്ട് നമ്മളിന്ന് ഡിന്നർ കഴിക്കുന്നതാണ്. അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ അതിനു വേണ്ടി ഗാർലിക് അതായത് വെളുത്തുള്ളി അതിൻ്റെ അത് ഗ്രില്ല് ചെയ്യാനായിട്ട് നമ്മൾ അതിനെ ചെറുതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യും. അങ്ങനെ ഒത്തിരി ഒന്നും മസാല ഒന്നും ഇടത്തില്ല ഗ്രില്ലിലൊന്നും. അപ്പം മാരിനേഷനിൽ നമ്മൾ ഇടുന്ന കുറച്ച് ഗാർലിക് ഇടും, പിന്നെ കുഞ്ഞായിട്ട് അരിഞ്ഞിടും, പിന്നെ സോയാ സോസ്, ഒരു ചില്ലി ഫ്ലേക്സ്, നമ്മുടെ ഉണക്കമുളക് പൊടിച്ചത് ക്രഷ് ചെയ്തത്, അത്, ഉപ്പ്, വേണമെങ്കിൽ ഇച്ചിരി കുരുമുളകും കൂടി ഇടാം, പിന്നെ ഇച്ചിരി തേനും കൂടെ ഇടാൻ പോവാം, ഹണിയും കൂടെ. അതും കൂടെ ചേർത്ത് ഗ്രിൽ പാൻ ഉണ്ട്. പിന്നെ ഇതിലോട്ട് ഇച്ചിരി ഓലീവ് ഓയിലും കൂടെ മിക്സ് ചെയ്യണം. അത് മിക്സ് ചെയ്തിട്ട് വേണം മീനിൽ പേരട്ടെ. എന്നിട്ട് നമ്മളത് പതിയെ 2 സൈഡ് ഒരുപാടൊന്നും മുപ്പിക്കാതെ 2 സൈഡും ആക്കി ഗ്രിൽ പാനിൽ. അതും എടുത്തു. ഇത് ഒരു ഗാർലിക്കല്ലേ, ഗാർലിക് ക്ലോവ്സ് നമ്മൾ റെഡി ഉണ്ട്. ഓക്കെ, ഹെഡ് ഷെഫ് പറയുന്നത് നമ്മളത് ഫോളോ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. വേറെ എന്താ ഐറ്റംസ് എടുക്കണ്ട? എടുത്തിട്ടോ? ഇതിനൊന്നും വേണ്ട. ഇനി ഗാർലിക്, ഹണി, ചില്ലി ഫ്ലേക്സ്, ഒലീവ് ഓയിൽ, സോയാ സോസ് ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്, ഉപ്പ്. ഓക്കെ, ഇനി ചില്ലി ഫ്ലേക്സ്. This honey is from Germany. Okay, then കുറച്ചുകൂടി മതി. ഒലിവ് ഓയിൽ നല്ലതായിട്ട് ഒഴിക്കണം. നമ്മൾ ആദ്യം ഗാർലിക്കും ഒലിവ് ഓയിലും എടുത്തു. അടുത്തെന്താണ്? പിന്നെ ഇച്ചിരി സോയാ സോസ് ഒഴിക്കണം. എത്ര വേണം? മതിയോ? കൂടുതലല്ല, സോയാ സോസ് ഞാൻ ആവശ്യത്തിന് ഇട്ടു. പിന്നെ ഇച്ചിരി ഹണി ഇട്. ഹണി കൂടെ ഇടാം എന്നാണ് പറയുന്നത്. ഇത്തിരി അങ്ങിട്ടാലും മധുരമാകും. മതിയല്ലോ. അപ്പൊ നമുക്ക് കുറച്ച് എരി കൂടുതലിടാം. എരി, കുരുമുളകോ ചില്ലി ഫ്ലേക്സോ ഒക്കെ കുറച്ച് കൂടുതലിടാം. മാരിനേഷനിൽ ഇൻഗ്രീഡിയൻസ് ഇട്ടത് ഓലിവ് ഓയിൽ, സോയാ സോസ്, ഉപ്പ്, ഹണി, ചില്ലി ഫ്ലേക്സ്, പെപ്പർ ആൻഡ് കുറച്ച് ഗാർലിക് അരിഞ്ഞത്. സ്പൈസ് കുറവ് പോലെ തോന്നുന്നു. സ്പൈസ് എന്ന് പറഞ്ഞാൽ എരിവ് കുറവ് പോലൊരു ഫീലിംഗ്. കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുത്തു. അല്ലെങ്കിലും കുരുമുളകിൻ്റെ ടേസ്റ്റ് ആണ് ഫിഷിനൊരു പ്രത്യേകത. പിന്നെ ഇവിടെ കയ്യിലിരുന്ന കുറച്ച് ഹെർബ്സ്, ഒരഗനോ കുറച്ചിടാം. നമ്മളത് 2 സാൽമൺ സ്ലൈസസ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുവാണ്. അതിൽ നമ്മൾ നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയ കുരുമുളക് ഐറ്റംസ് ഇതൊക്കെയാണ്. സോയാ സോസ്, കുരുമുളക്, ചില്ലി ഫ്ലേക്സ്, വെളുത്തുള്ളി, ഉപ്പ്, ഒലിവ് ഓയിൽ ആൻഡ് തേൻ. അതെ, ഇത്രയും. പിന്നെ ഇച്ചിരി ഓറിഗാനോ ഹെർബ്സ് ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ അതെ, ഇത്രയും ചേർത്താണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി. ഇത് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് മിഡിൽ ഡിന്നർ കഴിക്കാൻ പോവാം.
നമ്മൾ ഈ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വെച്ചു. കുറച്ച് ഒലീവ് ഓയിൽ ഡ്രിസിൽ ചെയ്തിട്ട് ഗ്രിൽ പാനിൽ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഓണിയൻ വെട്ടിയിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒലീവ് ഓയിലിൻ്റെ പിന്നെ ഈ ഫിഷിൻ്റെ മസാലയുടെയും ജ്യൂസിൻ്റെ എല്ലാം കൂടെ ഒരു ടേസ്റ്റ് ഈ ഓണിയനിലോട്ടും വരും. അതിന് ഓണിയനും കുറച്ച് സൈഡിൽ നിന്നൊക്കെ കുറച്ച് ഗ്രില്ലായിട്ട് കിട്ടും. അതപ്പോൾ ഫിഷിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ സവാള ഇതിൽ വെച്ചതുപോലെ നമുക്ക് വേണമെങ്കിൽ വലിയ മുളക്, ബജ്ജീര മുളക്, പിന്നെ അങ്ങനത്തെ വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് എന്ത് കഴിക്കും, ആസ്പാരഗസ്, നമുക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ, തക്കാളിയും വെക്കാം. തക്കാളി വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന്റെ ചാറൊക്കെ ഇങ്ങനെ ഒലിച്ച് അതും ഈ ഫിഷിലൂടെ അതും ഒന്നൊക്കെ ആയി അതൊരു നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഏത് വെക്കണം നമുക്ക് അത് ഇങ്ങനെ വെച്ച് നമുക്കിപ്പോൾ തൽക്കാലം നമ്മൾ സവാള മാത്രം നമ്മൾ എടുത്തു. അപ്പൊ അതിന്റെ ഈ ഒരു ഫിഷിന്റെ ആ ഒരു ടേസ്റ്റ് അതിലോട്ട് ഇറങ്ങി, നെയ്യും ചാറും ഒക്കെ അതിലോട്ട് ഇറങ്ങി ആ ഒരു ഫുൾ ഗ്രില്ലായി വരുമ്പോൾ നമുക്ക് കഴിക്കാൻ അത് നമുക്ക് ചപ്പാത്തിയോ എന്താ റൊട്ടിയാണെങ്കിൽ അങ്ങനെ അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളിപ്പോൾ സവാളയാണ് വെച്ചേക്കുന്നത്. സവാളയും ഫിഷ് ഗ്രില്ലും കൂടെ ചേർത്ത് ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുവാണ് ലൈറ്റായിട്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വെജിറ്റബിൾ സാലഡ് നമുക്ക് കഴിക്കാൻ പറ്റും. അതായത് കുക്കുംബർ, പിന്നെന്താ ലെറ്റ്യൂസ്, ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒരു വെജിറ്റബിൾ സാലഡും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിന്നർ കോംബോ ആണ്. പക്ഷെ നമ്മൾക്ക് ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു വെജിറ്റബിൾ സാലഡിനുള്ള ഐറ്റംസ് നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിലാണ് ഇന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഡിന്നർ ഒതുക്കുന്നത്. സോ ഇന്നിവിടെ നമ്മളൊരു കാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് നമ്മൾ ചെയ്യുന്നത്. ഞങ്ങളുടെ ഡിന്നർ ഡേറ്റ് ആണ് ഇന്ന് നമ്മൾ ഇന്നത്തെ ഡേറ്റ് ഡിന്നറാണ്. ഇന്നത്തെ ഡേറ്റ് ഡിന്നറല്ല, ഇന്ന് ഡിന്നർ ഡേറ്റ് ആണ്. ഡിന്നർ ഡേറ്റ് ആയിട്ട് ഞങ്ങൾ ചെയ്യാം. ഡിന്നർ ഡേറ്റ് ആണ്. നമ്മള് ഇന്ന് ചപ്പാത്തി കുഴയ്ക്കാനും ചപ്പാത്തി ഉണ്ടാക്കാനൊന്നും കുറച്ച് ഇന്ന് ഇച്ചിരി ഇതായതുകൊണ്ട് നമ്മള് ഇന്ന് കുറച്ച് ടയർഡ് ആയതുകൊണ്ട് ഇന്ന് നമ്മള് ഇൻസ്റ്റന്റ് ചപ്പാത്തി, ഐഡിയുടെ ഇൻസ്റ്റന്റ് ചപ്പാത്തിയാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. അത് സാധാരണ നമ്മൾ മാക്സിമം നമ്മൾ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്, മാവ് കുഴച്ചാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ഇൻസ്റ്റന്റ് ചപ്പാത്തി വാങ്ങിച്ചു, ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ദിവസം. ചപ്പാത്തി നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ സാധാരണ മാക്സിമം നമ്മൾ ചപ്പാത്തി വീട്ടിൽ കുഴച്ച മാവിലാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. പക്ഷേ ചില സമയത്ത് വയ്യായിക, സമയമില്ലാത്ത അങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ഇൻസ്റ്റന്റ് ചപ്പാത്തി വാങ്ങാറുണ്ട്. നമ്മൾ ഒരു സൈഡ് ഗ്രില്ലായി കഴിഞ്ഞു. നല്ല അടിപൊളി ഫിഷ് ഗ്രില്ലാണ്. സാൽമൺ ഫിഷ് ഗ്രില്ല്. നല്ല ക്രഷ്ഡ് ചില്ലിയും നല്ല പെപ്പറും നല്ല ഗാർലിക്കും നല്ല എന്താ പറയുക ഹണിയൊക്കെ ഇട്ട നല്ല അടിപൊളി സാൽമൺ ഫിഷ് ഗ്രില്ലാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് തവയില്. അടിപൊളി. നമ്മുടെ ചപ്പാത്തിയുടെ കഴിക്കാൻ സൂപ്പർ കോംബോ ആണ്. നമ്മൾ ചപ്പാത്തിയുടെ രാത്രി ഡിന്നറായിട്ട് കഴിക്കാൻ പോവാണ്. സാൽമൺ ഫില്ലറ്റ് ഈസ് റെഡി. അപ്പോൾ നമ്മുടെ സാൽമൺ ഫില്ലറ്റ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ സാൽമൺ ഫില്ലറ്റും ചപ്പാത്തിയും പിന്നെ ചെറിയ ഓണിയൻ ഗ്രിൽ ചെയ്തതൊക്കെ ചേർത്ത് നമ്മൾ ഇന്നത്തെ ഡിന്നറാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ദിവസവും ഇവിടെ കഴിയുവാണ്. വളരെ സമാധാനപരമായൊരു ദിവസം. പിന്നെ ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നർ ഒക്കെ കഴിച്ച് അങ്ങനെ ആ ഒരു ഫിഷിൻ്റെ ടേസ്റ്റും അതൊക്കെ വളരെ 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 നല്ലൊരു ദിവസമായിരുന്നു. സോ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഞങ്ങളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്.
നിങ്ങൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് പേർഷ്യൻ മലയാളി. Good night everyone.